എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭക്ഷണം, പോഷണം, ആരോഗ്യം, ശുചിത്വം എന്ന പദ്ധതിയുടെ ഭാഗമായി പള്ളിപ്പുറം കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ കർക്കിടകം പരിപാടി 29-ാം തീയതി 10:30 പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. CDS ചെയർപേഴ്സൺ ശ്രീമതി ഉഷ സദാശിവന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. CDS മെമ്പർ ദിവ്യ ഷനിൽ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ, മറ്റു വാർഡ് മെമ്പർമാർ, സെക്രട്ടറി മേരി ഡൊമിനിക് എന്നിവർ ആശംസകൾ അറിയിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കമ്മിറ്റി അംഗമായ ഡോക്ടർ ഗിൽഷ ക്ലാസ്, ADS മെമ്പേഴ്സ്, അയൽക്കൂട്ട അംഗങ്ങൾ, വിജിലൻസ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജെൻഡർ RP ശ്രീദേവി യോഗത്തിന് കൃതജ്ഞത പറഞ്ഞു. നമസ്കാരം. കുടുംബശ്രീയുടെ ജെൻഡർ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ആഹാര രീതികളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസും അവബോധന ക്ലാസും അതോടൊപ്പം തന്നെ 10 ഇലകളുടെ പ്രദർശനം, 10 ഇലകളുടെ തോരൻ, അങ്ങനെയുള്ള വസ്തുക്കളുടെ പ്രദർശനം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു പരിപാടിയാണ് ആരോഗ്യ കർക്കിടകം എന്നുള്ളൊരു പരിപാടിയായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പം ഇതിന് ശേഷം നമ്മൾ ആയുർവേദ ഡോക്ടറുടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, അവബോധന ക്ലാസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഔഷധ കഞ്ഞി വിതരണവും കൂടിയാണ് നടത്തുന്നത്. ഇതിൽ നമ്മളിവിടെ 10 ഇലകളുടെ പ്രദർശനം അതോടൊപ്പം തന്നെ പോസ്റ്റർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഇലകൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് അതായത് നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ ആ കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് അല്ലെങ്കിൽ ഒരു ബോധം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയനെ ക്ഷണിച്ചു. ഭക്ഷണം, പോഷണം, ആരോഗ്യ ശുചിത്വം അല്ലേ ഇന്നത്തെ പദ്ധതിയാണത്. ഇവിടെ നമ്മുടെ എറണാകുളം ജില്ല ഉദ്ഘാടനം ഇന്ന് എറണാകുളം ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 10 മണിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ CDSും ഇന്ന് നടത്തി വരികയാണ് നമ്മൾ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരേ കർക്കിടകം എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ ഇലകൾക്കും, മുരിങ്ങയില ഒഴിച്ച് ബാക്കി എല്ലാ ഇലകൾക്കും വളരെയധികം വിറ്റാമിൻ കയറി വരുന്ന ഒരു മാസമാണ് കർക്കിടകം. എല്ലാവരും ഇലക്കറികളൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ 3 കഞ്ഞി 7 കഞ്ഞിയൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മുടെ രാധികരുടെ നേതൃത്വത്തിൽ ഇവിടെ കഞ്ഞി 3 ദിവസം കൊടുത്തു കഴിഞ്ഞ് പഞ്ചായത്തിലുള്ളവരൊക്കെ നല്ല ഉഷാറാണത്. കാരണം പഞ്ചായത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ആ 3 ദിവസത്തെ കഞ്ഞി കുടിച്ചും നല്ല ചട കൊടുഞ്ഞ എഴുന്നേറ്റൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും. ആർക്കും പ്രശ്നമൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ CDSും അതുപോലെ തന്നെ 3 ദിവസത്തെ കഞ്ഞിയൊക്കെ കുറിച്ച് നിങ്ങളും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കർക്കിടക മാസത്തെ നമ്മുടെ ഭക്ഷണം, പോഷണം, ശുചിത്വം, ആരോഗ്യം, ശുചിത്വം എന്നൊരു പദ്ധതി 10 ഇലകളുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഡോക്ടർ ഇവിടെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കും. ഈ 10 ഇലകൾക്കുള്ള പ്രാധാന്യം എന്താണെന്നും കർക്കിടകത്തിലെ ഇലകൾക്കുള്ള പ്രാധാന്യം എന്താണെന്നും എല്ലാം ഡോക്ടറുടെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഇതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു നല്ല ദിവസത്തിന് എല്ലാവിധ ആശംസകളും പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളുന്നു. CDSന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കർക്കിടക മാസത്തിന്റെ ഏറ്റവും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പച്ചിലകൾ നമുക്ക് എത്രമാത്രം പോഷകാഹാരമുള്ളതാണെന്നും അത് കർക്കിടക മാസത്തിൽ അതിൻ്റെ ഗുണം ഏറെയാണെന്നുള്ള എല്ലാവർക്കും നമുക്കറിയാം. അതിൻ്റെ വ്യാപനത്തിനും അതുപോലെ അതിൻ്റെ മറ്റു ആരോഗ്യകരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു പരിപാടി ഉചിതമാകട്ടെ അല്ലെങ്കിൽ നിമിത്തമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്ന് നിർത്തുന്നു. നമസ്കാരം. കുടുംബശ്രീയുടെ ഒരു വേറിട്ട പ്രവർത്തനം കൂടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നമ്മുടെ 25 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ കുടുംബശ്രീയുടെ ഈ സംരംഭങ്ങളെല്ലാം തന്നെ വിജയപ്രദമാക്കാനായിട്ട് പള്ളിപ്പുറം CDSന് കഴിഞ്ഞിട്ടുണ്ട്.
എന്നിരുന്നാലും നമുക്കറിയാം കർക്കിടക മാസത്തിൽ ഒരു പഞ്ഞമാസം എന്ന് മുൻപ് വിശേഷിച്ചിരുന്ന ആ കർക്കിടക മാസം ഇന്ന് എനിക്ക് തോന്നുന്നു പഞ്ഞമാസമല്ല, ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ഞം എന്നുള്ള മാസത്തിലേക്ക് മാറി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംരംഭം എന്ന് പറയുമ്പോൾ 10 പച്ചക്കറികൾ പച്ചിലകളുടെ ഒരു വിഭവ സമാഹരണം കൂടിയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും കുടുംബശ്രീ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ മികവാർന്ന രീതിയിലുള്ള പ്രവർത്തനം ഇനിയും മുന്നോട്ട് വന്ന് കാഴ്ചവെക്കായിട്ട് ഇവർ കഴിയട്ടെ. പഞ്ചായത്തിലെ കുടുംബശ്രീ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായിട്ട് ഈ പത്തില പ്രദർശനം വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഈ പത്തിലകളുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ കർക്കിടക മാസത്തിന് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ജനങ്ങൾക്കൊരു അവബോധം കൊടുക്കാൻ അവർക്ക് ഉണ്ടായ ആ ഒരു നല്ല ചിന്തയെ തന്നെ ഞാൻ ആദ്യം ഇത് പറയുന്നു.